LSTD എക്സാം കഴിഞ്ഞിട്ട് അടുത്ത അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നു, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഹാപ്പി ന്യൂസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ PSC പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ മാസം ലാസ്റ്റോട് കൂടി നമ്മൾ ആ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് തന്നെ. അപ്പോൾ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് നമുക്കറിയാം സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സിൽ ഒന്ന് തന്നെയാണ്. സോ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എയുടെ സെയിം, അതായത് നമ്മുടെ LSTD ഒക്കെ സെയിം സിലബസിന് 2020 ശേഷം അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷകൾക്ക് ഒന്നും തന്നെ സിലബസിന് വ്യത്യാസം വന്നിട്ടില്ല. സെയിം സിലബസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിക്കും പാറ്റേണിനും വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കി, കേരള PSCക്ക് വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി ഇനി വരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയ്ക്ക് നമുക്ക് ശക്തമായി തന്നെ തയ്യാറെടുക്കാം. LSTD എക്സാം ഒരു ആവറേജ് പേപ്പർ ആയതുകൊണ്ട് തന്നെ പലർക്കും വിചാരിച്ച പോലെ ആ ഒരു പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. പറയുമ്പോൾ ആ പേപ്പർ ഒത്തിരി അങ്ങ് ഡിഫിക്കൾട്ട് ലെവലുള്ള പേപ്പർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ആവറേജ് പേപ്പർ ആണ്, ഒരു ഈസി പേപ്പർ ഒന്നും ആയിരുന്നില്ല. അപ്പൊ ഈ ഒരു ആവറേജ് പേപ്പേഴ്സിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രഷർ ബിൽഡപ്പ് ആവുകയാണ്. അപ്പൊ ആ പ്രഷറിനെ നമ്മൾ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോയി ആ ഒരു പരീക്ഷാ ഹാളിൽ പെർഫോം ചെയ്താൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പരീക്ഷയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ചോദ്യ പേപ്പറിൽ അല്ലെങ്കിൽ ചോദ്യം സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ചോദ്യം എടുക്കുന്ന സോഴ്സിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തി ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി നേടാനായിട്ട് സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി വേണം എന്ന് നമ്മൾ എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ലിസ്റ്റ് ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 76 പേരുള്ള ലിസ്റ്റിൽ നമുക്ക് ആകെ 34 പേർക്കോ അല്ലെങ്കിൽ 35 പേർക്കോ അഡ്വൈസസ് ഇതുവരെ പോയിട്ടുള്ളൂ. അപ്പൊ നോക്കിക്കേ, ലിസ്റ്റിന്റെ പകുതിയോളം നിങ്ങൾ, അതായത് പകുതി റാങ്കിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ജോലി എത്രയോ കാലത്തിന് ശേഷം, ഇപ്പൊ ലിസ്റ്റ് നമുക്ക് അടുത്ത വർഷം കഴിഞ്ഞിട്ട് എക്സ്പയർ ആകത്തുള്ളൂ കൂടി ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ ജോലി ലഭിക്കുന്നില്ല. അപ്പൊ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ ആദ്യത്തെ അഡ്വൈസിൽ തന്നെ നമ്മൾ അധികം വർക്ക് ചെയ്യാതെ, അതായത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനൊന്നും പുറകെ നടക്കാതെ തന്നെ ജോലി കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് നല്ല റാങ്ക് നേടിയേ പറ്റുള്ളൂ. സോ ഉയർന്ന റാങ്ക് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം. റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയാൽ ജോലി കിട്ടും എന്നുള്ള LSTD PWD ലിസ്റ്റിൽ വന്നാലുള്ള അവസ്ഥയൊക്കെ മാറി. അതൊക്കെ ഒരു 2015 മാക്സിമം ഒരു 2020 വരെ മെയിൻ ലിസ്റ്റിലുള്ളവർക്കൊക്കെ ജോലി കിട്ടിയ ഒരു പ്രവണത നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. 2020 PWD എക്സാം നടന്നിട്ട് പോലും ആ ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് പേർക്ക് നമുക്ക് അഡ്വൈസ് പോയിട്ടില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റി എന്ന് വെച്ച് നമുക്ക് ടെക്നിക്കൽ എസ്പെഷ്യലി അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് പോലെ ഒരു ജോലി ലഭിക്കണം എന്നില്ല. സോ നമുക്ക് ഉയർന്ന റാങ്ക് നേടുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം. കഴിയുന്നതും 2 ഡിജിറ്റുള്ള റാങ്ക് ആവണം നിങ്ങളുടെ ലക്ഷ്യം. എന്നാൽ മാത്രമേ ജോലി നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ഈ മാറ്റങ്ങൾ എന്താണ്, കേരള PSCക്ക് വന്ന മാറ്റങ്ങൾ, ചോദ്യങ്ങൾ എടുത്ത സോഴ്സിൽ നിന്നുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ, പക്കാ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നു. ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഇനി വർക്ക് ചെയ്താൽ മാത്രമേ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ജോലി, സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ഗസറ്റഡ് പോസ്റ്റിലുള്ള ജോലി നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ PWD പൊതുമരാമത്ത് വകുപ്പിൽ നിങ്ങൾക്കും ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവാൻ സാധിക്കും. സോ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. എൻഡിൽ നമ്മുടെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ അതേ സിലബസിൽ മാറിയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ചിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സസും അതുപോലെ തന്നെ നമ്മൾ ഫൈനൽ നമ്മുടെ ഗോൾഡ് സ്റ്റുഡൻസിന് കൊടുത്ത റിവിഷൻ ക്ലാസ്സിനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് അതേപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇനിയും നമുക്ക് ആ ഒരു ചരിത്രം തന്നെ ആവർത്തിക്കാം. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന സ്വപ്ന ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. സോ PWD ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാനായി ഇന്ന് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി നിങ്ങൾക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു ജോലി നേടിയെടുക്കാനുള്ള യാത്ര തുടങ്ങേണ്ടിയിരിക്കുന്നു. സോ PWD കോഴ്സസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെയുള്ള ഫോം ഫില്ല് ചെയ്യാം. താങ്ക് യു.